I am Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു DIY പ്രൊജക്റ്റാണ്. അതായത് ഫലനോപ്സിസ് ഓർക്കിഡുകളെ ഒരു തടിയിലേക്ക് മൗണ്ട് ചെയ്യുന്ന രീതിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിന് ആവശ്യമായ സാധനം ആദ്യമായിട്ട് വേണ്ടത് ഓർക്കിഡ് തന്നെയാണല്ലോ, ഫലനോപ്സിസ് ഓർക്കിഡ്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം. ഇത് കണ്ടില്ലേ, നമ്മൾ ഇതിന് മുമ്പ് ഈ ഓർക്കിഡിൽ നിന്ന് അതിൻ്റെ തണ്ടിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ 2 തൈകളെ. ഈ പൂ ഉണ്ടായിട്ടുള്ള തണ്ട് നമ്മൾ ഒരിക്കലും കളയരുത്. അതിൻ്റെ ഇത് താഴെ വെച്ച് മുറിക്കുമ്പം അതിൽ നിന്ന് ഒന്നുകിൽ ഒരു പൂ തന്നെ വരും, അല്ലെങ്കിൽ ഇതേപോലെ തൈകൾ വരും. അതും നമുക്ക് എടുത്തുപയോഗിക്കാവുന്നതാണ്. അപ്പം ഓർക്കിഡുകൾ വേണം. പിന്നെ വേണ്ടത് മൗണ്ട് ചെയ്യാൻ ആവശ്യമായ തടിയാണ്. മൗണ്ട് ചെയ്യാനുള്ള ചെടിയെ കണ്ടില്ലേ. ഇനി നമുക്ക് ഞാൻ ഈ ചെയ്യുന്നത് ഈ വുഡിലേക്കാണ്, ഈ ഒരു തടി കഷ്ണത്തിലേക്ക്. അപ്പോൾ ഇത് വേസ്റ്റായിട്ടിട്ട് ഒരു ഭാഗം കത്തിച്ച്, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് നല്ല ഒരു തടിയാണ്, അതങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന ഇനവുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തടിയെ ഉപയോഗിക്കാം. ഇനി ഞാൻ ഈ പെയിൻറ്റിൻ്റെ പാട്ടയാണ് ഉപയോഗിക്കുന്നത്. പെയിൻറ്റിൻ്റെ പാട്ട ഞാനിത് പെയിൻറ്റ് ചെയ്തു. ഇനി അതിനുള്ളിലേക്കാണ് ഞാൻ ഈ തടിയെ ഉറപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതേപോലെ ഞാൻ വെച്ച് ഇനി ഇതിനെ ഉറപ്പിക്കാൻ വേണ്ടി ഇതേപോലെ കല്ലൊക്കെ ഇട്ട് കൊടുത്ത് ഉറപ്പിക്കാം. ചെറിയ പീസുകൾ നോക്കി ഇനി ഇതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിലേക്ക് നമുക്ക് ഓട് കഷ്ണവും കരിക്കഷ്ണവും അതേപോലെ തന്നെ കല്ല് കഷ്ണവും ഒക്കെ ഇടാം. എന്താണെന്ന് വെച്ചാൽ ഈ താഴെയുള്ള ലെവലിൽ നമുക്ക് ചെറിയ തൈകളെ വെച്ച് കൊടുക്കാം. അത് ആ സ്പേസ് കളയാതെ നമുക്ക് നോക്കാം. എന്നാൽ ഞാൻ ഇടട്ടെ. ഇനി ഇതേപോലെയുള്ള ഓർക്കിഡ് ചിപ്സും കമ്പോസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്താൽ ഇവിടെയും നമുക്ക് ചെറിയ തൈകളെ വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് മൗണ്ട് ചെയ്യുകയാണ്. ഈ തടിയിലേക്ക് ഫലനോപ്സിസ് ഓർക്കിഡിനെ മൗണ്ട് ചെയ്യും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് കണ്ടില്ലേ, ചകിരിയുണ്ട്, ചകിരി തുപ്പുണ്ട്, ഈ കുഞ്ഞ് വേർതിരിച്ചെടുത്തത്. ഇതുപോലെ ചകിരിപ്പൂളുകളുണ്ട്. പിന്നെ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ട്, കരി ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇച്ചിരി സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറിൻ്റെ തരികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി വേണമെങ്കിൽ ഒന്ന് നനയ്ക്കാം. ചെറിയ തോതിലൊന്ന് നമ്മൾ കയറും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ
ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടി ഉറപ്പിക്കാൻ വേണ്ടി ചകിരിയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഈ കിട്ടിയ ഓർക്കിഡിനെ നമ്മൾ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ ഈ സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ കണ്ടോ, ഈ തരികൾ കണ്ടില്ലേ, അത് ഇവർ വളരാൻ വേണ്ടി ഇടുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതും ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർത്ത് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മാത്രമാണെന്ന് മതിയെങ്കിൽ അത് മതി. അപ്പം നമ്മൾ ഈ തടിയെ ആദ്യമേ ഈ ചാക്ക് കൊണ്ട് ഒരു കവറിങ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കവറിങ് കൊടുക്കും. നല്ല തണുപ്പൊക്കെ നിൽക്കാനും അതുപോലെ തന്നെ വേര് പിടിക്കുന്നത് വരെ ഈ മരത്തിലേക്ക് പിടിക്കാനായിട്ട് നമ്മളവിടെ ഒരു കീറലും കൊടുക്കും. അപ്പം നല്ലൊരു സപ്പോർട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ. ഈ ഉള്ളിയൊക്കെ വരുന്ന കനം കുറഞ്ഞ ചാക്ക് മതി, ഇത്ര തന്നെ കട്ടി വേണമെന്നില്ല. ഇത് എന്നിട്ട് നമ്മൾ കയറ് കൊണ്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുന്നു. ഇതേപോലെ നമുക്ക് പോത്തോസിനൊക്കെയുള്ള പോള് ഇതേപോലെ തന്നെ ഈ ചാക്ക് ചുറ്റിയിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും നിന്നോളും. ഇതുണ്ടെങ്കിൽ എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചാക്ക് കൊണ്ട് ഇതേപോലെ പൊതിഞ്ഞ് കെട്ടണം. തണുപ്പ് നിൽക്കുകയും ചെയ്യും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിലൊക്കെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂടയിൽ കൊളുത്തിയിടണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇത് ചാക്ക് പൊതിഞ്ഞിട്ടാണല്ലോ. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ചെടിയെ നോക്കാം. ഇതാണിപ്പോൾ ഒരു ചെടി. ഇതിനാണെങ്കിൽ ഈ സ്പൈക്ക് കുറച്ച് നീളം കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് വെക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും കുറച്ച് താഴേക്ക് വെക്കുന്നത്. ഇതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല കെയർഫുള്ളായിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഇങ്ങനെ ഈ തുപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൊതിഞ്ഞിട്ടങ്ങ് എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് തുപ്പെടുത്ത് അതിൻ്റെ അകത്തേക്ക് വെച്ച് ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇത് കണ്ടില്ലേ, ഈ വേരുകളുടെ ഗ്യാപ്പിലേക്കും കുറച്ച് തിരുകി വെച്ച ശേഷം ഈ വേരുകൾക്ക് വളരാനുള്ള സ്ഥലം നമ്മളിവിടെ കൊടുക്കണം. അങ്ങോട്ട് കയറി വരാനും പാടില്ല. താഴെ ഭാഗത്തേക്കാണ് ഇത് വരാവുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ഈ തുപ്പിലങ്ങോട്ട് പൊതിഞ്ഞു വെച്ചു. അതിനുശേഷം ഈ ഭാഗം കൊണ്ട് വയ്ക്കുക. ഞാൻ കയറ് കൊണ്ടാണ് ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷെ വലിച്ച് കെട്ടാൻ പാടില്ല. ഒത്തിരി മുറുകി വേര് മുറുകി പോകാനും പാടില്ല.
ഇതോട് കൂടി തന്നെ നല്ലവണ്ണം നല്ല ക്ലിയറായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് കളയേണ്ട ആവശ്യമില്ല. ഇനി ഈ തുപ്പെടുത്ത് അതിൻ്റെ അകത്തേക്ക് പൊതിയാം. ഒരില പൊട്ടി. പുറകിൽ ചാക്കുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല, അതിന് സപ്പോർട്ട് അവിടെ ഉണ്ട്. ഇവിടെ മാത്രം കൊടുത്തോണ്ടാൽ മതി. ഇത് നമുക്ക് മേലെ ഭാഗത്തായിട്ട് കൊടുക്കാം. ഇത് ചെറുതല്ലേ. എൻ്റെ അകത്ത് കുടുങ്ങി. ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ചാക്കിലേക്കും മരത്തിലേക്കും ഒക്കെ പിടിച്ച് കയറിക്കൊള്ളും. ഒരല്പം താങ്ങ് കൊടുത്താൽ മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഈ പൂങ്കൊലയെ നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. മരത്തിലാകുമ്പോൾ അത് താഴേക്ക് തനിയെ തൂങ്ങിക്കിടക്കുമല്ലോ. ഇത് കണ്ടില്ലേ ഈ വൈറ്റ്. ഇത് നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കും. ഈ നീ ക്യാപ്പിൽ ഇടുന്ന സൈസ് ഈ വലിയുന്ന മെറ്റീരിയൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ഓർക്കിഡ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു മരക്കുറ്റിയിൽ ചാക്ക് പൊതിഞ്ഞിട്ടാണ്. അപ്പോൾ 5 ഓർക്കിഡുകളെയാണ് നമ്മൾ മൗണ്ട് ചെയ്ത്. ഇതാണ് ഒന്നാമത്തത്, വൈറ്റ്. ഈ വൈറ്റ് പൂവുള്ള ഓർക്കിഡ്. 2 ഈ മഞ്ഞ പൂവുള്ളത്. ഇതെല്ലാം നനഞ്ഞു കഴിയുമ്പോൾ നല്ലവണ്ണം ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് വരും. ഇനി മൂന്നാമത്തത് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. മഞ്ഞയും റെഡും ചേർന്ന ഒരു കോമ്പിനേഷനിലാണത്. ഇത് 2 ഇവിടെ ഉണ്ടായിരുന്ന പഴയ വെറൈറ്റിയാണ്, നല്ല വെറൈറ്റിയാണ്. ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ ഈ വേനലിൽ ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് പൊള്ളലേറ്റിട്ടുണ്ട്. മരത്തിൻ്റെ തണലിലൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ 5 ഓർക്കിഡുകളെയാണ് നമ്മൾ മരത്തടിയിൽ ചാക്ക് ചുറ്റി സെറ്റ് ചെയ്തിരിക്കും. ഇനി ഇത് നല്ലവണ്ണം നനച്ചു കൊടുക്കണം. ഇപ്പം ഇത് നനച്ചിട്ടേ ഇല്ല. നല്ലവണ്ണം നനച്ച് ഈ മരത്തിനോട്
ആദ്യമേ ചാക്ക് ഒട്ടിച്ചേരും, അതോടൊപ്പം തന്നെ ഈ വേരുകളും ഇതിൽ ക്ലിങ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഈ ചകിരി അതിന് സപ്പോർട്ടും കൊടുക്കും. ചകിരി സോഫ്റ്റാണ്, കൊക്കോ ഫൈബർ തന്നെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് യാതൊരു മടുപ്പും തോന്നേണ്ട, ചെടിക്ക് യാതൊരു തകരാറും വരുത്തുകയില്ല. അതോടൊപ്പം തന്നെ അത്യാവശ്യം വളവും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട്, സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറും കൂടെ. അത് കൂടാണ്ട് നമുക്ക് കൊടുക്കാവുന്ന ഈ ഓർക്കിഡ് ബൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിലൊന്ന് ഇത് ഗ്രോയിങ്ങിന് വേണ്ടിയിട്ടും ഇത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇത് ഒരാഴ്ച ഈ ഗ്രോയിങ്ങിന് വേണ്ടിയുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഒരാഴ്ച ഫ്ലവറിങ്ങിന് കൊടുക്കാം. പിന്നത്തെ ആഴ്ച നമുക്ക് തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ തേങ്ങ വെള്ളം അത്രയും കൂടെ വെള്ളവും ചേർത്ത് സ്പ്രേ ചെയ്ത ഇലയിലും വേരുകളിലും കൊടുക്കാം. അപ്പോൾ വേരൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാകുകയും ചെയ്യും, ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ വളമൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ഈ ഇലകളുടെ ഇടയിൽ നിന്ന് ഇതേപോലെ തണ്ടുകൾ വരും. ആ തണ്ടുകളിലാണ് പൂക്കൾ ധാരാളമായിട്ട് ഉണ്ടായി വരുന്നത്. മാസങ്ങളോളം നിൽക്കുന്ന ഈ ഫലനോപ്സിസ് വെറൈറ്റി വീടിനുള്ളിൽ വെക്കാനും നല്ലതാണ്. വീടിനുള്ളിൽ സ്ഥലമുള്ളവർക്ക് ഇതേപോലെയുള്ള മരക്കുറ്റിയിലൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഓക്സിജനും തരും, നല്ല ഭംഗിയും കിട്ടും. നല്ല ഒരു വെറൈറ്റിയാണ് ഫലനോപ്സിസ്. ഇനി ഇതിന് വേറെയും ജൈവവളങ്ങൾ കൊടുക്കാൻ നമുക്ക് കടലപ്പിണ്ണാക്കിൻ്റെ തെളി ഇതിനെ ഒഴിച്ചു കൊടുക്കുന്നത്, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ ബനാന പീൽ തിളപ്പിച്ച് അതിൻ്റെ വെള്ളം തണുപ്പിച്ച് അത്ര തന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അപ്പം രാസവളങ്ങളും കൊടുക്കാം, ജൈവവളങ്ങളും കൊടുക്കാം. മാറി മാറി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡുകൾ നല്ല രീതിയിൽ വളർന്നു വരും. താങ്ക് യു ഫോർ വാച്ചിങ്.